ഹായ്, ഞാൻ മണികണ്ഠൻ, സ്പെൻസർ ഫാഷൻ ഹബ്ബ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുരുഷന്മാരുടെ സ്റ്റൈലിനെ കുറിച്ചാണ്. ഇതിന് മുന്നേ 2 വീഡിയോ ഞാൻ സ്റ്റൈലിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റൈലിൻ്റെ പേര് റഗ്ഡ് സ്റ്റൈൽ എന്ന് പറയും. സാധാരണ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള സംഭവം തന്നെയാണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ കരുത്തും അതേപോലെ സ്വാഭാവികതയും കാണിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ സ്റ്റൈലാണ്. പുരുഷന്മാരുടെ വ്യക്തിത്വത്തിൻ്റെ സ്റ്റൈലാണ് റഗ്ഡ് സ്റ്റൈൽ. അത് കൂടുതലായിട്ട് നമ്മുടെ വസ്ത്രധാരണത്തിലൂടെയാണ് അതിൻ്റെ ആത്മവിശ്വാസവും ആകർഷണതൊക്കെ അസാധാരണത്വമൊക്കെ കാണുക. അതൊരു ഓവർ ഫിനിഷ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർഫെക്ഷൻ ഇല്ലാതെയും കണ്ടിട്ട്, അതേപോലെ തന്നെ അല്ല ഒരു എർത്തി കളേഴ്സും അതേപോലെ തന്നെ നല്ല തിക്ക് ഫാബ്രിക്, നല്ല കട്ടിയുള്ള ഫാബ്രിക്സും അതേപോലെ തന്നെ നല്ല തിക്ക് സ്റ്റിച്ചിങ് എന്നുണ്ടെങ്കിൽ ഇത് ട്രിപ്പിൾ സ്റ്റിച്ചിങ്ങാ, 4 സ്റ്റിച്ചിങ്ങാ, അതേപോലെ തന്നെ 2 പോക്കറ്റ് ഫ്ലാപ്പ്. അതാണ് അതിൻ്റെ മുഖ്യ ഘടകങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്ന കളേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒലിവ് ഗ്രീൻ ഉപയോഗിക്കാൻ പറ്റും, അതേപോലെ തന്നെ ബേജ് കളറ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കളേഴ്സ് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതുകൂടാതെ നമുക്ക് അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ കുറച്ചും കൂടി ലുക്ക് വരണമെങ്കിൽ, ഈ റഫ് ആൻഡ് ടഫ് സ്റ്റൈലിൻ്റെ ലുക്ക് വരണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ലെതർ ബൂട്ട് ഉപയോഗിക്കാം, ഡെനിം ജാക്കറ്റ് ഉപയോഗിക്കാം, കാർഗോ ട്രൗസേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ കാർഗോ ട്രൗസേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല റഫ് ലുക്കായിരിക്കും വരിക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഔട്ട്ഡോർ സ്പിരിറ്റിനെയും ഒരു മാൻലി ചാമ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. റഗ്ഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യതയല്ല, അത് അതിൻ്റെ കരുത്താണ് അതിൻ്റെ ഫാഷൻ. അപ്പോൾ ഇതാണ് ഈ റഗ്ഡ് സ്റ്റൈലിൻ്റെ പ്രത്യേകത. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻ്റ് അയക്കാം. കമൻറ്റിന് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ എൻ്റെ വെബ്സൈറ്റിൻ്റെ നമ്പർ ലിങ്ക് ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ, വെബ്സൈറ്റിനെ കുറിച്ച് വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അയക്കാൻ പറ്റും. നിങ്ങളുടെ കമൻറ്റിന് ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത സ്റ്റൈലിനായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.